ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പതാ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ ബഗാസുരനാണെങ്കിൽ അവിടെ നിന്നിങ്ങനെ ആലോചിക്കുക, ഈശ്വര വന്ന് വന്ന് ഇവൻ കാണുന്ന പെണ്ണുങ്ങളുടെ ഒക്കെ പുറകെ പോവാണല്ലോ, തന്റെ മകളുടെ ജീവിതം കോഞ്ഞാട്ടയാവുമല്ലോ എന്ന് പുള്ളി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണെങ്കിലോ നമ്മുടെ മനോഹരനാണെങ്കിൽ അവന്റെ ഫോൺ അവിടെ വെച്ചിട്ടാ പോകുന്നത്. അപ്പം രാഹുൽ പതിയെ അവന്റെ ഫോൺ അങ്ങ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ നിഷയും അതുപോലെ തന്നെ മനുവും കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ്. അപ്പോഴത്തേക്കിനും പുള്ളിക്ക് ചതി മണുത്തു. അപ്പൊ അവൻ അടുത്ത ഇരയെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി എന്തായാലും ഇതൊക്കെ തന്റെ മകളോട് പറയണം, പറഞ്ഞില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. അങ്ങനെ മനോഹരനാണെങ്കിൽ ഈ സമയത്ത് നമ്മുടെ ജിഷയുമായിട്ട് കറക്കുവാണ്. അപ്പം അവളാണെങ്കിലോ, അല്ല റോണിയേട്ടാ, നമ്മുടെ കല്യാണത്തിന് എങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്, ആൾക്കാരൊക്കെ ഒരുപാട് ഉണ്ടാകുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, എൻ്റെ വീട്ടുകാർ കുറച്ചു പേരുണ്ടാവും, പിന്നെ എല്ലാ അസൂയക്കാരാന്നേ, അവരോടൊന്നും ഞാൻ വിവരങ്ങളൊന്നും പറയുന്നില്ല. നമുക്ക് ഒരുപാട് സ്ഥലത്ത് ബിസിനസ്സൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ നാട്ടിലൊന്നും നിൽക്കില്ല. നിന്റെ അച്ഛനെയും കൂട്ടിയിട്ട് അമ്മയെയും ഒക്കെ കൂട്ടി നമുക്ക് ഇവിടുന്ന് പറക്കാന്നേ അങ്ങ് അമേരിക്കയിൽ. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പം ഇവളിങ്ങനെ പറഞ്ഞു, അല്ല എൻ്റെ ചേച്ചി ഒളിച്ചോടി കല്യാണം കഴിച്ചതല്ലേ, അപ്പൊ അതുകൊണ്ട് എൻ്റെ കല്യാണം ആർഭാടായിട്ട് നടത്തണമെന്നൊക്കെ എൻ്റെ വീട്ടുകാർക്ക് ആഗ്രഹമുണ്ട്. അപ്പം റോണിയേട്ടൻ ഒന്ന് അച്ഛനോട് ഈ കാര്യങ്ങൾ പറയുമോ? അതൊക്കെ ഞാൻ ഏറ്റു മോളെ, മോൾ എന്തിനാ വിഷമിക്കുന്നത്? ഈ റോണിയേട്ടൻ നിന്റെ കൂടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അങ്ങ് സോപ്പിട്ട് പതപ്പിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരിയാണെങ്കിലോ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നു. അതിനുശേഷം അവളെയും കണ്ട് മടങ്ങി വരുന്ന മനോഹറിന്റെ മുന്നിലേക്ക് നമ്മുടെ ബഗാസുരൻ ഇങ്ങനെ അങ്ങ് ചെന്നു. എടാ ഒന്ന് നിന്നെ, ആദ്യം നിന്റെ കൈയിങ്ങ തന്നേന്ന് പറഞ്ഞു. ഷെയ്ക്കാൻഡ് കൊടുത്തപ്പോഴത്തേക്കിനും മനു ആണെങ്കിലോ, അല്ല എന്താണ് മൂപ്പിൽനാരെ, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അല്ല നിന്റെ അടുത്ത കല്യാണത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചതാണ്. അപ്പൊ താൻ കണ്ടുപിടിച്ചു അല്ലേ? കണ്ടുപിടിച്ചടാ, കണ്ടുപിടിച്ചു. നീ കല്യാണം കഴിക്കാൻ പോകുന്നത് എൻ്റെ കൂട്ടുകാരന്റെ മകളെയാണ്. നീ ഈ ചതിയൊക്കെ കാണിക്കുന്നത് എൻ്റെ മോളെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ തീർന്നടാ, നിന്റെ കഥ തീർന്നു. എടോ, അതിനു മുന്നേ തൻ്റെ ചില കളികൾ അത് തൻ്റെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചാകുന്നതിന് മുന്നേ തൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. അതുകൊണ്ട് താൻ വലിയ വർത്തമാനമൊന്നും പറയണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സമയത്താണെങ്കിലോ നമ്മുടെ സരയും അങ്ങോട്ട് വരികയാണ്. സരയു വന്നതും, എന്താ മനുവേട്ടൻ എന്താ അച്ഛനോട് സംസാരിക്കുന്നത്? അച്ഛൻ്റെ സ്വഭാവം എപ്പോഴാ മാറുന്നതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. മനുവേട്ടൻ്റെ കഴുത്തിനെങ്ങാനും ഇന്നാള് പിടിച്ചതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്നും പറഞ്ഞ് അവൾ ദേഷ്യത്തോടു കൂടി സംസാരിക്കുമ്പം ഇവളെന്തറിഞ്ഞിട്ടാണ്? ആ മോളു, നമ്മുടെ അച്ഛനല്ലേടി, ക്ഷമിച്ചേക്കാം. അപ്പൊ ഇങ്ങനെ ഇവര് സംസാരിച്ചു. അപ്പം സരയു പറഞ്ഞു, എന്നാ വാ നമുക്ക് റൂമിലേക്ക് പോവാന്നും പറഞ്ഞ് അവൾ അവനെ വലിയ കാര്യത്തിന് വിളിച്ചോണ്ട് പോയി. പിന്നെ നമ്മുടെ ശാരി ആണെങ്കിലോ ബഗാസുരനെ പൊരിക്കാൻ തുടങ്ങി. ശാരി, നിന്റെ ഈ നോട്ടം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. നീ എന്തിനാ ഇങ്ങനെ രൂക്ഷമായിട്ട് ഇപ്പൊ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പം, അതുകൊണ്ട് താൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, താൻ ചെയ്തു കൂട്ടിയത് മുഴുവനും അനുഭവിക്കാതെ താൻ എവിടെ പോകാനാടോ, തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇവൾ ഇങ്ങനെ മനസ്സിലാലോചിക്കുമ്പം എനിക്കും അത് തന്നെ ആടി ആഗ്രഹം. എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകണം. ഞാൻ എന്തായാലും വലിയ മഹാഭാവിയാണല്ലോ, നിന്റെ മകളെയൊക്കെ ചതിച്ചവനാണല്ലോ, എനിക്കിനി ജീവിക്കണമെന്നേ ഇല്ല. എത്രയും പെട്ടെന്ന് ഭഗവാൻ എൻട്രി തന്നു കഴിഞ്ഞാൽ ഞാനങ്ങ് പോകുമെന്നും പറഞ്ഞു. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് പ്രകാശനെയാണ്. അപ്പതാ പ്രകാശൻ കല്യാണിയും കിരണും ഒക്കെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ഈ പോകുന്നത് കിരണിന്റെയും കല്യാണിയുടെയും വണ്ടിയാണല്ലോ. ഇപ്പൊ തന്നെ ഇവറ്റകൾക്കുള്ള പണി കൊടുക്കണമെന്നും പറഞ്ഞ് നമ്മുടെ കിരണിന്റെ വണ്ടിയുടെ പുറകിൽ കൊണ്ട് നൈസായിട്ടൊന്ന് മുട്ടിച്ചു. അപ്പം കിരണാണെങ്കിലോ, ഏതവനാണ് എൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇടിപ്പിച്ചതെന്ന് പറഞ്ഞ് കിരണും കല്യാണിയും ഒക്കെ വണ്ടിയിൽ നിന്ന് അങ്ങ് ഇറങ്ങുന്ന സമയത്താണെങ്കിലോ, ഇത് ഏതാ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കാറാണല്ലോ, ഇതെന്താ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എടോ ഇറങ്ങണോ, വെളിയിലേക്ക് ഇറങ്ങണോ എന്നും പറഞ്ഞ് കിരൺ ആ ഒരു ഡോറിൽ ഇങ്ങനെ കൊട്ടിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും ആ ഗ്ലാസ് ഒക്കെ പതിയെ താത്തിയിട്ട് നമ്മുടെ പ്രകാശൻ വലിയ ഗമയിൽ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. പ്രകാശനെ കണ്ട പാടെ, താനായിരുന്നു ഇത് ഓടിച്ചത്, എടോ താൻ എന്ത് പണിയാ കാണിച്ചത്, എൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇടിപ്പിച്ചിട്ടാണോ തൻ്റെ കളിയെന്നൊക്കെ പറഞ്ഞ് കിരൺ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും, എന്താടാ നിന്റെ വണ്ടിയിൽ ഞാൻ ഇടിപ്പിച്ചാൽ, നിന്റെ ആ ഡൂക്കിലി വണ്ടിയല്ല ഇത് ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ ഉള്ള, നോക്ക് കണ്ടില്ലേ പുതുപുത്തൻ വണ്ടിയാ. അല്ല സത്യം പറയും, താനിത് ആരെ പറ്റിച്ച് മേടിച്ചതാണ്?
ആ അത് നീ അറിയൊന്നും വേണ്ട. ദേ നീ എന്തായാലും ഈ നടക്കുന്നവള്, അതും തൊഴുത്തിൽ ജനിച്ച എന്റെ മകളെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എന്നാലും തൊഴുത്തിൽ ജനിച്ച ഇവളുമായിട്ട് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനല്ലേടാ. ദേ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പാൽക്കാരിയെ കല്യാണം കഴിച്ച ഒരു മന്ദബുദ്ധിയായിട്ട് മാത്രമേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ കിരണാണെങ്കിൽ അങ്ങ് ദേഷ്യം വരിക. കല്യാണി പറഞ്ഞു, എടോ താൻ ആരെ പറ്റിച്ചുണ്ടാക്കിയതാണെങ്കിലും ഇത് തനിക്ക് അധിക നാൾ ഒതുങ്ങിയല്ല. ദേ താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ മുഴുവനും തൻ്റെ തലയ്ക്ക് മേലെ കിടന്ന് കറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പ്രകാശനാണെങ്കിലോ, നീ എന്തറിഞ്ഞിട്ടാടി കൊച്ചെ ഈ കിടന്ന് ചാടുന്നത്? ദേ എൻ്റെ മോനുണ്ടല്ലോ, അവൻ കുറച്ച് ദിവസത്തിനകം ജയിൽ മോചിതനാകും. നീയൊക്കെ എന്ത് കള്ളക്കളി കളിച്ചാണ് എൻ്റെ പൊന്നു മോനെ ജയിലിലാക്കിയതെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഒരുപാട് അങ്ങ് വർത്തമാനമൊന്നും പറയണ്ടെന്നും പറഞ്ഞ് പ്രകാശൻ നമ്മുടെ കല്യാണിയുടെ മെക്കിട്ട് ചെല്ലുമ്പോഴത്തേക്കിനും, മര്യാദക്ക് താൻ ഇവിടുന്ന് പോകുന്നതായിരിക്കും തനിക്ക് നല്ലത്. ദേ തൻ്റെ പുതിയ മുതലാളി ആരാണെങ്കിലും അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ആ നിമിഷം പിരിച്ചു വിടും. എന്നെ കൊണ്ട് അതൊന്നും ചെയ്യിക്കണ്ടെന്നും പറഞ്ഞ് കിരണാണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും പ്രകാശനാണെങ്കിലോ, അതെ ഞാൻ ഇനി കോടീശ്വരനായിരിക്കും, എനിക്ക് ലോട്ടറി ഒന്നും അടിക്കണമെന്നില്ലടാ. എനിക്ക് എൻ്റെ അമ്മയ്ക്കുമൊക്കെ ഇപ്പൊ നല്ല സുഖസുന്ദരമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉള്ളത്. നിനക്ക് എന്തെങ്കിലും ടിപ്പ് വേണോന്നും ചോദിച്ച് പ്രകാശൻ പോക്കറ്റിൽ കൈയിടുമ്പോൾ ടിപ്പ് തൻ്റെ അപ്പന് കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ നമ്മുടെ കിരണാണെങ്കിൽ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഇവരിങ്ങനെ ഏറ്റുമുട്ടി നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മൂങ്ങാമുത്തശ്ശിയാണ്. പുള്ളിക്കാരി ഫാക്ടറിയിലെ ഭരണമൊക്കെ അങ്ങ് ഏറ്റെടുത്തു. അങ്ങനെ കാർത്തിക ഫുഡ് പ്രോഡക്ട്സിൽ നിന്ന് ആൾക്കാർക്ക്, സ്റ്റാഫുകൾക്കൊക്കെ നിർദ്ദേശം കൊടുക്കുന്ന മൂങ്ങയെ കാണിക്കുമ്പോഴത്തേക്കിനും മൂങ്ങയാണെങ്കിലോ, എടി പെങ്കൊച്ചെ ഇതൊക്കെ നന്നായിട്ട് ചെയ്, ഇതിന്റെ എല്ലാ കൂട്ടുകളും ഞാനല്ലേ നിനക്ക് പറഞ്ഞു തന്നത്. എൻ്റെ അമ്മേ ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം, അമ്മ ഇതൊന്നും പറഞ്ഞു തരണമെന്നില്ലാന്നും പറഞ്ഞ് ആ ജോലിക്കാരി പെങ്കൊച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരും, ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിന്നാ നിനക്കൊക്കെ കൊള്ളാം, ഇല്ലെങ്കിൽ ഞാൻ കാർത്തിക മോളോട് പറഞ്ഞ് നിന്നെയൊക്കെ പിരിച്ചുവിടുമെന്നും പറഞ്ഞു. അങ്ങനെ ഇവര് വലിയ കാര്യത്തിന് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കാർത്തിക അങ്ങോട്ട് വരുന്നത്. അമ്മുമ്മ എന്തായി? എല്ലാം അമ്മുമ്മയുടെ നേതൃത്വത്തിൽ തന്നെയല്ലേ നടക്കുന്നത്? ആ മോളെ എല്ലാം കള്ളക്കൂട്ടങ്ങളാ. ദേ എന്റെ കണ്ണങ്ങാനും തെറ്റിക്കഴിഞ്ഞാൽ സകല കാര്യങ്ങളും ഇവളുമാര് കട്ടുമോഷ്ടിക്കും. അതുകൊണ്ട് മോള് മുത്തശ്ശി ഇവിടെ ഉള്ളത് കൊണ്ട് ഒരു കാര്യത്തിലും ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ദേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേന്നും പറഞ്ഞ് കുറച്ച് അച്ചാറെടുത്ത് നമ്മുടെ കാർത്തികയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അപ്പൊ കാർത്തികയാണെങ്കിൽ അത് ടേസ്റ്റ് ചെയ്തിട്ട്, മുത്തശ്ശി ഇത് കൊള്ളാലോ, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ദേ എല്ലാത്തിനും ചേരുവ ചേർത്ത് കൊടുത്തത് മുത്തശ്ശിയാണ്. അതുകൊണ്ട് ഇതൊന്നും പാഴായി പോയില്ല മോളേന്നും പറഞ്ഞ് ഇവര് വലിയ കാര്യത്തിന് ഇങ്ങനെ പൊങ്ങച്ചു അടിക്കുക. അപ്പോഴത്തേക്കിനും കാർത്തിക പറഞ്ഞു, മുത്തശ്ശിക്ക് ഇതൊക്കെ ചെയ്ത് എന്തെങ്കിലും ശീലമുണ്ടോ? മോളെ ഞങ്ങൾ കുറച്ചു കാലം തമിഴ്നാട്ടിലൊക്കെ താമസിച്ചതാ. ആ സമയത്ത് അച്ചാറും പപ്പടവും ഒക്കെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്തുള്ള പരിചയ. പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ അവിടുന്ന് പോന്നു കഴിഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓ അങ്ങനെയല്ലേ? സ്വന്തം അമ്മയെ ചതിച്ചിട്ട് ആ അമ്മുമ്മയും മോനും ഒക്കെ കൂടി വന്ന കഥയാണ് ഇവരീ പറഞ്ഞു വരുന്നത്. അങ്ങനെ കാർത്തിക ഇതിനൊക്കെ തലമൂളി നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, മോളതെ എന്ത് കാര്യത്തിനും ഇനി മുത്തശ്ശിയെ വിളിച്ചാൽ മതി, മുത്തശ്ശി എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ഒക്കെ ചെയ്തോളാന്ന് പറഞ്ഞ് പുള്ളിക്കാരി അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കാർത്തികയാണെങ്കിലോ, എന്നാ ശരി മുത്തശ്ശി എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് അങ്ങ് പോവുക. ഈ സമയമാണെങ്കിലോ, ഈശ്വരാ ദേ ഭാഗ്യദേവത വരുന്ന ഒരു വരവേ, എൻ്റെ ഈ വയസ്സാം കാലത്ത് എന്തൊക്കെയോ ഭാഗ്യം എന്നെ തേടി വരാൻ പോകുന്നു. ഇനി ഞാൻ ഏതൊക്കെ ലെവലിൽ പോകും എനിക്ക് ആലോചിച്ചിട്ട് ഒരു രക്ഷയില്ല. പുള്ളിക്കാരി ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ആലോചിച്ച് സന്തോഷിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ മൗനരാഗത്തിന്റെ വിശേഷം അവസാനിക്കുന്നത്. അപ്പതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്